കഴിഞ്ഞ 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കൊട്ടാരക്കരയിൽ എനിക്കുണ്ടായ തിക്ത അനുഭവങ്ങളാണ് ആ പ്രസ്ഥാനത്തിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. നമുക്കറിയാം, ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ ക്യാൻവാസ് ഒന്നുമല്ല. നിയമസഭ പോലുള്ള ഒരു വലിയ ക്യാൻവാസിൽ മത്സരിക്കുക എന്നുള്ളത് ഒരു സാധാരണക്കാരിയായ എന്നെ പോലുള്ളവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടുള്ളതാണ്. ഞാൻ മത്സരിച്ചത് KN ബാലഗോപാൽ എന്ന് പറയുന്ന ഒരു വലിയ പ്രമുഖനോട് കൂടിയായിരുന്നു. മത്സര രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ പൊതുസമൂഹം എന്നെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു. എന്തുകൊണ്ടെന്നാൽ ഒരു സാധാരണക്കാരിയായി 2005 മുതൽ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച എനിക്ക് പൊതുസമൂഹം തന്ന ഒരു സ്വീകാര്യത, അതിലുപരിയായി ഞാൻ പ്രവർത്തിച്ചു വന്ന, ഇന്ന് വരെ ഈ സമയം വരെ പ്രവർത്തിച്ചു വന്ന പ്രസ്ഥാനം കുറെ നാൾ എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വളരെ തുച്ഛമായ വോട്ടുകൾക്കാണ്, ഇവിടെ ഇരിക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെ കുറച്ച് മാർജിനിലാണ് എനിക്ക് പരാജയപ്പെടേണ്ടി വന്നത്. അതിനുശേഷം ആ മണ്ഡലത്തിൽ സജീവമായി നിൽക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ സജീവമായി നിൽക്കണമെങ്കിൽ പോലും നമുക്ക് സാമ്പത്തികമായി ധാരാളം ബാധ്യതകൾ ഏറ്റെടുക്കേണ്ടി വരും. രാവിലെ മുതൽ, നമുക്കറിയാം, ഒരു പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം രാവിലെ മുതൽ രാത്രി വരെ പൊതുപ്രവർത്തനം നടത്തണമെങ്കിൽ നമ്മൾ പൊതുപ്രവർത്തന മേഖലയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് സാധാരണക്കാരായ ധാരാളം ആൾക്കാർ എത്തിച്ചേരും. അവരെ എല്ലാം സംരക്ഷിക്കുക എന്നുള്ളത് നമ്മളെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒന്നായിരുന്നു. എങ്കിലും അതെല്ലാം പിടിച്ചു നിന്നുകൊണ്ട്, തരണം ചെയ്തുകൊണ്ട് ആ നിയോജക മണ്ഡലത്തിൽ ഉടനീളം ഓടി നടക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. കൊടിക്കുന്നിൽ സുരേഷ് MP എന്ന് പറയുന്ന അദ്ദേഹം എന്നോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എനിക്ക് സീറ്റ് കിട്ടാൻ അവസരം ഉണ്ടാക്കി തന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ മറന്നുപോകാൻ എനിക്ക് കഴിയില്ല. പക്ഷേ അദ്ദേഹത്തെ നിയന്ത്രിക്കുന്ന ഒരു പ്രത്യേക വിഭാഗം കൊട്ടാരക്കരയിൽ അദ്ദേഹത്തെ തളച്ചിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ വയ്യാത്ത രീതിയിൽ കൊട്ടാരക്കരയിൽ അദ്ദേഹത്തിന് എന്തൊക്കെയോ കൂച്ചുവിലങ്ങുകളാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തെ മറന്നുകൊണ്ട് എനിക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. എങ്കിലും അദ്ദേഹം എനിക്ക് തന്ന സ്നേഹവും വാത്സല്യവും പൊതുപ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കാൻ തന്ന അവസരമൊന്നും ഒരിക്കലും ഞാൻ മറക്കില്ല. അതിലുപരിയായി ഞാൻ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു. ആ സമയങ്ങളിൽ അഡ്വക്കേറ്റ് ജെബി മേത്തർ MP മാഡം തന്ന സ്നേഹവും എന്റെ സഹപ്രവർത്തകർ തന്ന സ്നേഹവും വാത്സല്യവുമെല്ലാം ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. അതിലുപരിയായി ഞാനൊരു KPCC സംസ്കാര സാഹിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയി. നിയമസഭയിൽ മത്സരിച്ചതിന് ശേഷമാണ് ആ അവസരവും എന്നെ തേടി വന്നത്. ആ മേഖലയിൽ, സംസ്കാര സാഹിതി എന്ന് പറയുന്ന സംഘടനയുടെ മേഖലയിൽ എനിക്ക് ധാരാളം അധ്യാപക സുഹൃത്തുക്കൾ അടക്കം വലിയ ഒരു സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇനി ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗമായി വരുമ്പോൾ ആ സുഹൃത്ത് ബന്ധമെല്ലാം നിലനിൽക്കുമോ എന്നുള്ളത് എനിക്കറിയില്ലെങ്കിൽ പോലും ആ സുഹൃത്ത് ബന്ധമെല്ലാം ഞാൻ എന്നും മനസ്സിൽ കാത്തു സൂക്ഷിക്കും. അതോടൊപ്പം പൊതുസമൂഹം തന്ന സ്നേഹവും വാത്സല്യവും എല്ലാമാണ് ഞാൻ ഇന്ന് വരെ ഈ നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത്രയും നാളും പ്രവർത്തിച്ച പ്രസ്ഥാനം, അതിലെല്ലാവരെയും ഞാൻ ഇല്ല, പക്ഷെ ചിലരെല്ലാമാണ് എനിക്ക് ആ പ്രസ്ഥാനത്തിൽ തുടരാൻ ധാരാളം തിക്തഫലങ്ങളാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. ആ തിക്തഫലങ്ങളെല്ലാം തന്നെ ചിലരുടെ ഭാഗത്തു നിന്ന് മാത്രമാണ്. എന്നെ നന്നായി സഹായിച്ചവരും സ്നേഹിച്ചവരും നെഞ്ചോട് ചേർത്ത് പിടിച്ചവരും ആ പ്രസ്ഥാനത്തിലുണ്ട്. അവരെല്ലാം ഞാൻ നന്ദിയോടെ സ്മരിക്കുകയാണ്. എന്തായാലും നിയമസഭയ്ക്ക് മത്സരിക്കാൻ അവസരം ലഭിച്ചതിന് ശേഷമാണ് എനിക്ക് ഇത്രയും അധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നത്. ഒരു സാധാരണക്കാരിയായ എനിക്ക് 140 നിയോജക മണ്ഡലങ്ങളിൽ ഒരാളായി വരാൻ കഴിയുന്നത് തന്നെ ഒരു ഈശ്വരാനുഗ്രഹമാണ്. ഞാൻ ഇന്നും ഇപ്പം ചിലപ്പം പല സ്ഥലത്തിൽ നിന്ന് എന്റെ സുഹൃത്തുക്കളിൽ നിന്ന് പോലും ഞാൻ കുറച്ച് ദിവസമായി NDA ചേരുന്നു എന്ന വാർത്ത വന്നപ്പോൾ നവമാധ്യമങ്ങളിലൂടെ എനിക്കെതിരെ ഒളിയമ്പുകൾ എറിയുകയാണ്. ഞാൻ ആരോടും പ്രതികരിക്കാൻ തയ്യാറല്ല. പറയുന്ന
ആ കാര്യങ്ങളെയെല്ലാം ഞാൻ നല്ലതാണെങ്കിൽ സ്വീകരിക്കുകയും ചീത്തയാണെങ്കിൽ അതിനെ തൃണവൽഗണിക്കുകയും ചെയ്യും. ഇന്ന് ഞാൻ ഇവിടേക്ക് കടന്നു വന്നപ്പോൾ എന്നെ ഈ പ്രസ്ഥാനത്തിലേക്ക് ക്ഷണിച്ചത് ഏറ്റവും ബഹുമാന്യനായ കൊല്ലം ജില്ലയുടെ ചാർജ് കൂടി വഹിക്കുന്ന അജിത് ചേട്ടൻ. അതിനുശേഷമാണ് ഞാൻ നവമാധ്യമങ്ങളിലൂടെയെല്ലാം ചർച്ചകളിലൂടെയെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അതിനുശേഷമാണ് എൻ രാധാകൃഷ്ണൻ ചേട്ടനെ പരിചയപ്പെടുന്നത്. ആദ്യമായാണ് ബഹുമാന്യനായിട്ടുള്ള സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർജിയോട് ഇന്ന് സംസാരിക്കാൻ അവസരം ലഭിച്ചത്. ഇദ്ദേഹം സംസ്ഥാന പ്രസിഡന്റായി വന്നതിന് ശേഷം ആദ്യമായി ഞങ്ങളുടെ എല്ലാം പ്രദേശത്ത് എല്ലാ മനുഷ്യരും എത്തിച്ചേരുന്ന, എല്ലാ മനുഷ്യരുടെയും സുഖദുഃഖങ്ങളിൽ പങ്കാളിയാകുന്ന കൊട്ടാരക്കര ഗണപതി എന്ന് പറയുന്ന വലിയ ഒരു ഭഗവാൻ കൊട്ടാരക്കരയിലുണ്ട്. അവിടെ ഇദ്ദേഹം ചാർജ് എടുത്തതിന് ശേഷം കടന്നു വന്നപ്പോൾ ആദ്യമായി അവിടെ നിന്ന ധാരാളം BJPയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ എൻ്റെ സഹപ്രവർത്തകരടക്കം ഇദ്ദേഹത്തെ കാണാനും ആയി എന്നെ ക്ഷണിക്കുകയുണ്ടായി. ഞാൻ മറ്റൊരു പ്രോഗ്രാമിൽ അവിടെ പങ്കെടുക്കുകയായിരുന്നെങ്കിൽ പോലും ഓടി വന്നപ്പോൾ ഇദ്ദേഹം കടന്നു പോവുകയാണ് ഉണ്ടായത്. അന്നു മുതൽ തന്നെ വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്ന ഒരാളായിരുന്നു സംസ്ഥാന പ്രസിഡന്റ്. എന്തായാലും ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. നാളിതുവരെ എൻ്റെ പ്രസ്ഥാനം, ഞാൻ ഇന്ന് വരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച എൻ്റെ പ്രസ്ഥാനം തന്ന സ്നേഹവും വാത്സല്യവും എല്ലാം നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പുതിയ ഒരു പ്രസ്ഥാനത്തിലേക്ക് എത്തുന്നത്. ഏറെ സന്തോഷം. കോൺഗ്രസിലെ ചില ഭാഗത്തു നിന്നുണ്ടായ തിക്തഫലങ്ങളാണ് ഈ പ്രസ്ഥാനത്തിൽ നിന്ന് വിടാൻ എന്നെ പ്രേരിപ്പിച്ചത്. അത് ഭാവിയിൽ അവർ പറയും. ഇന്നിപ്പോ ഈ യോഗത്തിൽ പാർട്ടി ദീർഘകാലം പഞ്ചായത്ത് അംഗമായി തുടർന്നു, ജില്ലാ പഞ്ചായത്ത് അംഗമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചു. ഇത് എന്ത് തിക്ത അനുഭവമാണെന്നുള്ളത് സ്വാഭാവികമായ ചോദ്യമല്ലേ? വരാൻ പോകുന്ന സമയങ്ങളിൽ ഞാനത് നിങ്ങളോട് പറയാം. ഒരു കാര്യം ചെയ്യാം, പത്രസമ്മേളനത്തിൽ രാജീവേട്ടന്റെ പത്രസമ്മേളനം ഒരു കാര്യം പറയാനുണ്ട്, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിച്ചോ. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഞാൻ ലക്ഷ്മിജിനെ പാർട്ടിയിൽ സ്വാഗതം ചെയ്യുന്നു. എനിക്ക് 100% വിശ്വാസമുണ്ട് ലക്ഷ്മി ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു. രണ്ട് കാര്യമാണ് ഇന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന് ശബരിമലയും, മറ്റേത് ഇവിടെ തകർന്നു കിടക്കുന്ന ആരോഗ്യ മേഖലയും. ഈ ശബരിമലയെ കുറിച്ച് ഞാൻ ഒക്ടോബർ 3 നടത്തിയ പ്രസ് കോൺഫറൻസ്, ഞങ്ങളുടെ ആദ്യത്തെ പ്രസ് കോൺഫറൻസിൽ ഞാൻ പറഞ്ഞു, ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയായ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ ഇതിനെ കവറപ്പ് ചെയ്യാൻ ശ്രമിക്കും എന്ന് അന്ന് ഞാൻ ഫോർകാസ്റ്റ് ചെയ്ത ഒരു കാര്യം. അദ്ദേഹം അന്ന് തന്നെ പറഞ്ഞതാണ് ഇതൊരു വീഴ്ചയാണ്. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ 4.5 മാസമായി, 5 മാസമായി SIT അന്വേഷിച്ചിട്ട് ഇന്ന് എന്താണ് നമ്മൾ കാണുന്നത്? ഈ കൊള്ള ചെയ്തത് ആരാണെന്ന് ഇന്ന് ആർക്കെങ്കിലും കൃത്യമായ ഒരു ഇൻഫർമേഷൻ ഉണ്ടോ? ഇല്ല. എന്നിട്ട് തന്ത്രി 2 ദിവസം മുമ്പേ തന്ത്രിനെ റിലീസ് ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോർട്ട് എന്താ പറഞ്ഞത്? തന്ത്രിനെതിരെ ഒരു അയോട്ട ഓഫ് എവിഡൻസ് ഇല്ല. അപ്പോ ഇന്ന് ചോദിക്കേണ്ടത്, ഈ തന്ത്രിനെ എന്തിനാണ് ഇവർ അറസ്റ്റ് ചെയ്തത്? ഒരു അയോട്ട ഓഫ് എവിഡൻസ് ഇല്ല എന്ന് കോർട്ട് പറയുന്നു. പിന്നെ എന്തിനാണ് തന്ത്രിനെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്തത്? ഞാൻ അതിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. ഇവര് ദേവസ്വം ബോർഡ് ചെയർമാനും അവരെല്ലാം ചോദിച്ച് അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അടുത്ത സ്റ്റെപ്പ് കടകംപള്ളി സുരേന്ദ്രന്റെ ചോദ്യവും
കഴക്കൂട്ടം MLA മന്ത്രി, മുൻ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രന്റെ അറസ്റ്റ് ഇന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ആണ് തന്ത്രിനെ അറസ്റ്റ് ചെയ്തത്. ഇതിൽ ആർക്കും ഒരു സംശയമില്ല, ഞങ്ങൾക്കൊരു സംശയമില്ല. കാരണം കോർട്ട് തന്നെ പറയുന്നു ഒരു അയോട്ട ഓഫ് എവിഡൻസ് ഇല്ല. അപ്പൊ അയോട്ട ഓഫ് എവിഡൻസ് ഇല്ലാണ്ട് എന്തുകൊണ്ടാണ് തന്ത്രിനെ അറസ്റ്റ് ചെയ്തത്? ശ്രദ്ധ തിരിക്കാൻ, ആരെ സംരക്ഷിക്കാൻ? കടകംപള്ളി സുരേന്ദ്രൻ, കഴക്കൂട്ടം MLA, മുൻ ദേവസ്വം മന്ത്രി, ഇന്നത്തെ ഏറ്റുമാനൂർ MLA, ദേവസ്വം മന്ത്രി വാസവൻ. മനസ്സിലായില്ലേ? തന്ത്രിനെ അറസ്റ്റ് ചെയ്തു. ഇനിയിപ്പോ ഇവരെ രണ്ടുപേരെ കുറിച്ച് ഒരു വാക്ക് മാധ്യമ സുഹൃത്തും പറയുന്നില്ല, നമ്മുടെ ഡിസ്കോഴ്സിൽ നടക്കുന്നില്ല, SITയും ചോദ്യം ചെയ്യുന്നില്ല. അപ്പോ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുൻ ദേവസ്വം മന്ത്രിനെയും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചു, ഇന്നും ശ്രമിക്കുന്നുണ്ട്, ഇനിയും ശ്രമിക്കുന്നുണ്ട് എന്ന് കൃത്യമായി ഇന്ന് നമ്മൾക്ക് എല്ലാവർക്കും മനസ്സിലാവാൻ കഴിയുന്നുണ്ട്. ഇതിനെ കവറപ്പ് ചെയ്യാനോ ഇതിനൊരു സ്ലിപ്പപ്പ് വീഴ്ചയായിട്ട് കാണിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിന്റെ ശ്രമങ്ങൾ ഞങ്ങൾ അതിനെ എക്സ്പോസ് ചെയ്യും. വരാൻ പോകുന്ന കാലത്ത് അതിനെക്കുറിച്ച് ഞങ്ങൾ കുറെ കാര്യങ്ങൾ ചെയ്യും. അതൊന്ന്. രണ്ടാമത്തത്, മറ്റൊരു മന്ത്രി വീണാർ ജോർജ്, അരമുള MLA, ആരോഗ്യമന്ത്രിയായ വീണാർ ജോർജ്, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിന്റെ ഒരു ഡയലോഗുണ്ട്, എനിക്ക് ഏറ്റവും പിടിച്ചൊരു ഡയലോഗാണ്. സർക്കാരിൽ ഇരിക്കുമ്പോൾ പ്രതിബദ്ധതയും ആത്മാർത്ഥമായി പ്രവർത്തിക്കണം, അത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ശകലങ്ങളിൽ ഉളുപ്പുണ്ടെങ്കിൽ രാജിവെച്ച് പോകണം. ഇത് 2016 നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഡയലോഗാണ്. പ്രതിപക്ഷ പാർട്ടി നേതാവായിരുന്നു. അപ്പൊ ആ ഡയലോഗ് ഇന്ന് ഞാൻ വീണാർ ജോർജിന് മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഡോക്ടർമാര് സമരം ചെയ്യുന്നു, നഴ്സുമാര് സമരം ചെയ്യാൻ പോകുന്നു, രോഗികൾ ദുരന്തത്തിൽ സഫർ ചെയ്യുന്നു. ഇതാണ് ആരോഗ്യ മേഖലയുടെ സ്ഥിതി. കേരള മോഡൽ എന്ന് പറഞ്ഞു നടക്കുന്ന CPM സർക്കാർ ഒന്ന് ഉത്തരം തരണം. ഇത് എന്താണ് കേരള സംസ്ഥാനം മാത്രം രോഗീന്റെ ഉള്ളിൽ ഈ ഇൻസ്ട്രുമെന്റ്സ് വെച്ച് ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സ? ഗവൺമെന്റ് ആശുപത്രികൾ ഇന്ന് ഒരു പ്രിമിറ്റീവ്, ഒരു പഴയ കാലത്തെ പൊളിഞ്ഞു കിടക്കുന്ന ട്രീറ്റ്മെന്റ് സെന്റേഴ്സ് ആയിട്ട് മാറ്റിയ ആരോഗ്യമന്ത്രിയാണ് വീണാർ ജോർജ്. അപ്പൊ രാജിവെച്ച് പോണ്ടേ? ഡോക്ടർമാര് സമരം ചെയ്യുന്നു, രോഗികളെ ദുരന്തത്തിലാക്കുന്നു, നഴ്സുമാര് സമരം ചെയ്യുന്നു, ആശുപത്രിയിൽ മരുന്ന് വാങ്ങാൻ കാശില്ല, എക്വിപ്മെന്റ് വാങ്ങാൻ കാശില്ല, രോഗികൾ ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി മരിക്കുന്നു. അപ്പൊ 10 കൊല്ലം മുമ്പേ എല്ലാം ശരിയാവും എന്ന വാഗ്ദാനം കൊടുത്ത് 10 കൊല്ലം ഭരിച്ച CPM സർക്കാർ ഇന്ന് ഒന്നായി തുടരാമെന്ന് പറയുമ്പോൾ എന്ത് തുടരാം? ഇതാണോ തുടരേണ്ടത്? അപ്പോ രാജിവെക്കണം. വീണാർ ജോർജിന് ശകലം ഉളുപ്പുണ്ടെങ്കിൽ, ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്ന ഒരു ഉപദേശമാണ്, വീണാർ ജോർജ് രാജിവെക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ചോദിച്ചോളൂ. തന്ത്രിയുടെ ഏറ്റവും പുള്ളിയുടെ കാര്യത്തിൽ അല്ല, ഞാൻ കോർട്ട് പറഞ്ഞത് എന്താ? ദർ ഈസ് നോട്ട് ആൻ അയോട്ട ഓഫ് എവിഡൻസ് അഗൈൻസ്റ്റ് തന്ത്രി. ഞാൻ എന്താണ് ചോദിക്കുന്നത്? തന്ത്രിയെ ഡിഫെൻഡ് ചെയ്യാനല്ല ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. ഞാൻ പറയുന്നത്, എന്തുകൊണ്ട് ആ സമയം ഒരു എവിഡൻസ് ഇല്ലാണ്ട് തന്ത്രിനെ അറസ്റ്റ് ചെയ്തു? ഞങ്ങളുടെ അഭിപ്രായം എന്താണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്? ഇത് വാസവന്റെയും കടകംപള്ളി സുരേന്ദ്രന്റെയും ചോദ്യം ചെയ്യാൻ, അതിന്ന് ശ്രദ്ധ തിരിക്കാൻ ആണ് ഈ സർക്കാർ ചെയ്തത്. ഇത് അവരൊരു തന്ത്രം ആയിരുന്നു. ഇതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. കാരണം ഒരു എവിഡൻസ് ഇല്ലാണ്ട് എങ്ങനെയാണ് തന്ത്രിനെ അറസ്റ്റ് ചെയ്യുന്നത്?
ഇതൊരു മോഷണ കേസാണ്. ഇവിടെ തൊഴിലുകൾ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഈ മുതൽ വ്യക്തി ഏതെങ്കിലും തരത്തിലുള്ള ലാഭം ഉണ്ടാക്കിയതായി കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. കുറെ അറസ്റ്റുകൾ ഈ SI നടത്തിയതല്ലാതെ ഇതെന്താണ് ഈ അന്വേഷണത്തിൽ പുറത്തേക്ക് വന്നത്? അല്ല, അതല്ലേ ഞാൻ പറഞ്ഞത്. 5 മാസം കഴിഞ്ഞു. 5 മാസം മുമ്പേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു ഇതൊരു വീഴ്ചയാണ്. അദ്ദേഹം അന്ന് തന്നെ പ്രീ ഡിറ്റർമിൻ ചെയ്തതാണ്. ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രി SIT ആര് കീഴാണ്? ആഭ്യന്തരമന്ത്രിയുടെ കീഴല്ലേ? അദ്ദേഹം തന്നെ സെപ്റ്റംബറിൽ പറഞ്ഞു ഇതൊരു വീഴ്ചയാണ്. പിന്നെന്താ പോലീസ് ചെയ്യാൻ പോകുന്നത്? 5 മാസം ഒന്നും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. പക്ഷെ അവിടെ മോഷണം നടന്നിട്ടുണ്ട്, കൊള്ള നടന്നിട്ടുണ്ട്. ആർക്കും സംശയമുണ്ടോ? അതിന്റെ പിന്നിൽ ആരായിരുന്നു? 5 മാസം പോരെ ഇത് കണ്ടുപിടിക്കാൻ? അത് പോരെങ്കിൽ CBI കൊടുക്കുക. നമ്മുടെ ഹോം മിനിസ്റ്റർ അമിത്ഷാജിയോട് വന്നപ്പോ പറഞ്ഞല്ലോ, ഒരു സിമ്പിൾ ചാലഞ്ച് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ വെച്ചല്ലോ. നിങ്ങൾക്ക് ഇത് സിൻസിയർ ആയിട്ട് ഇത് അന്വേഷിക്കണം ഉണ്ടെങ്കിൽ ഇതൊരു മൾട്ടി ജൂറിസ്ഡിക്ഷൻ ക്രൈമാണ്. അത് ചെന്നൈന്റെ ഭാഗമുണ്ട്, കർണാടകന്റെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ട്. CBIക്ക് റെഫർ ചെയ്യും. അത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അത് നിങ്ങൾ തന്നെ ചോദിക്കണം. മുഖ്യമന്ത്രിയോട് ഇന്ന് മുതൽ ചോദിക്കേണ്ടത്, നിങ്ങൾ എന്തുകൊണ്ട് CBI വഴി ഇത് അന്വേഷിക്കുന്നില്ല? നിങ്ങളുടെ SIT ഫെയിൽ ചെയ്യുന്നുണ്ടല്ലോ. SIT 5 മാസം കഴിഞ്ഞിട്ട് ഇതുവരെ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. അല്ല അതല്ല ഞാൻ പറഞ്ഞപ്പോ, അല്ല അതൊരു കോർട്ട് വഴി. ഓക്കെ, മുഖ്യമന്ത്രി അല്ലേ ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ ഇൻചാർജ്? മുഖ്യമന്ത്രിന്റെ ഉത്തരവാദിത്തം അല്ലേ ഇത് കണ്ടുപിടിക്കാൻ? സംസ്ഥാന സർക്കാരിനാണോ അല്ല, ആരാ പറഞ്ഞ് സംസ്ഥാന സർക്കാരിന് ഇത് റെഫർ ചെയ്യാൻ പാടില്ലെന്ന്? ഇതാരാ? ഹൈക്കോർട്ട് എന്ത് എന്താ SIT എന്താ കണ്ടുപിടിച്ചിരിക്കുന്നത്? ഞാൻ എന്താ പറഞ്ഞത്? നിങ്ങൾ മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞത് എന്താണ്? ഞാൻ പറയുന്നത് 5 മാസമായില്ല SIT അന്വേഷണം. എന്തെങ്കിലും കണ്ടുപിടിച്ചോ? ആരാണ് ഇത് നടത്തിയത്? കണ്ടുപിടിച്ചോ? ഹൈക്കോടതിക്ക് മനസ്സിലാവും. ഇത് നമ്മൾക്ക് മനസ്സിലാവുന്നില്ലേ? ഹൈക്കോടതി മോണിറ്റർ ചെയ്യുന്ന ഒരു അന്വേഷണമാണ്. അതെ, ആ അന്വേഷണത്തിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നമ്മൾ ബ്ലൈൻഡ് ആണോ? അല്ല, അത് ഹൈക്കോടതിയിൽ പോയിട്ട് ലോയർമാരെ ചോദിക്കട്ടെ. ഞാനൊരു സിറ്റിസൺ അല്ലേ? 5 മാസം കഴിഞ്ഞിട്ട് ഇത് ഞാനൊരു വിശ്വാസിയല്ലേ? ഈ ഒരു കൊള്ള അതിന്റെ പിന്നില് ആരും ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 5 മാസം കഴിഞ്ഞിട്ട് ഇന്നും നമ്മളെ മുമ്പിൽ ആര് ചെയ്തു, എന്ത് ചെയ്തു എന്ന് അതിന്റെ ഒരു തെളിവോ ഒരു ഇൻഫർമേഷൻ ഇല്ലല്ലോ. SIT ഒന്നും അതിന് മുമ്പിൽ വെച്ചിട്ടുണ്ടോ? ഇല്ല. അതെന്തിനാ ഞാൻ കോർട്ട് പോകുന്നു? ഞാൻ പേപ്പർ വായിക്കുന്നു, TV കാണുന്നു. എനിക്ക് എന്താ സങ്കടമുണ്ട്, ദേഷ്യമുണ്ട്. എന്തുകൊണ്ട് എന്റെ ശബരിമലയിൽ നിന്ന് 4.5 കിലോ കൊള്ള ആരാണ് ചെയ്തത്? അതിന് പിന്നിൽ ആരായിരുന്നു ഞാൻ ചോദിക്കുന്നു.